ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിൽ മത്തിച്ചോറ് ഉണ്ടാക്കാം. മീൻ ചോറെന്ന് നമുക്കിതിനെ വിളിക്കാം കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മളിപ്പോൾ മത്തിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മത്തിക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ യൂസ് ചെയ്യാം. മത്തി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും. എല്ലാ മീനിനും നമ്മൾ ഈ ചെയ്യുന്ന മസാല നന്നായിട്ട് ചേർന്ന് പോയിക്കോളും. അപ്പോൾ അഥവാ നിങ്ങൾക്ക് മത്തി അഥവാ ചാള മീൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും മീൻ എടുക്കാം. അപ്പോൾ ഈ മത്തിച്ചോറ് അഥവാ മീൻ ചോറ് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. മീൻ ഫ്രൈ ചെയ്തെടുക്കുക, പിന്നെ മസാല ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ചോറ് വേവിച്ചെടുക്കുക. ചോറ് വേവിച്ചെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചോറ് വെക്കാനായിട്ട്. ഞാനിവിടെ 3 കപ്പ് വേവിച്ച ചോറാണ് കേട്ടോ എടുത്തിരിക്കണേ. ഒരു 8 അല്ലെങ്കിൽ ഒരു 10 മത്തിക്ക് ഒരു 3 കപ്പ് വേവിച്ച ചോറ് എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അല്ല, നിങ്ങൾ ഒരു ഗ്ലാസ് മെഷർമെൻറ്റിൽ എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ പാലക്കാട് മട്ടയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോറ് എടുക്കാം. ബസ്മതി അരി ആണെങ്കിൽ അതെടുക്കാം. പക്ഷെ ബസ്മതി അരിനേക്കാളും പാലക്കാട് മട്ടയിൽ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പാലക്കാട് മട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ള കളറിലെ ചോറ് എടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 മത്തി അഥവാ ചാളമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് 2 സൈഡും ഇതുപോലെ വരഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും ചേർക്കാം. ഇപ്പം മുളക് പൊടിയൊക്കെ നിങ്ങൾ സാധാരണ മീൻ വറുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ചേർക്കാറ് അത്രയും ചേർത്താൽ മതി. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ചേർക്കണത്, പിരിമുളകിൻ്റെ പൊടി. ഇപ്പം നിങ്ങൾ എരിവ് കൂടിയ സാധാ മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി അനുസരിച്ചിട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ഇതിൽ ചേർക്കാനും പിന്നെ സവാള വറ്റുമ്പോൾ ചേർക്കാനും കൂടിയിട്ടുള്ളത് ഒന്നിച്ചാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതായത് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതാണിത്. പിന്നെ ഇത് 6 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതുണ്ട്. ഇത് നമുക്ക് ഓരോ ടീസ്പൂൺ വീതം ഇതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടും പേസ്റ്റായിട്ട് ചേർക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് സവാള വറ്റുമ്പോൾ ചേർക്കാനായിട്ട് നമ്മൾ ഇനി മസാല ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി കുഴച്ച് നമുക്ക് എല്ലാ മീനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആദ്യമേ ഒത്തിരി ഒഴിക്കേണ്ട, നിങ്ങൾ കുറച്ചായിട്ട് മസാലയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഒഴുകണ കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ പാടില്ല. എല്ലാത്തിലും മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. 20 മിനിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് അതിലും കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക. അതല്ല, ഇപ്പം നിങ്ങൾ 20 മിനിറ്റേ വെക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെളിയിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, സാധാരണ ഞാൻ മീൻ വറുക്കാനായിട്ട് ഇതുപോലെ മസാല പുരട്ടുമ്പോൾ കുറച്ചും കൂടി അധികം മസാല ചേർക്കാറുണ്ട് കേട്ടോ. പെരിഞ്ജീരകം ചേർക്കാറുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കാറുണ്ട്, അങ്ങനെ കുറച്ചും കൂടി പൊടികൾ ചേർക്കാറുണ്ട് അധികം. പക്ഷെ ഇത് ഞാൻ സിമ്പിളായിട്ടാണ് മസാല പുരട്ടി വെച്ചേക്കുന്നത്. കാരണം നമ്മൾ ഇനി സവാള വറ്റുമ്പോഴേ അതിനകത്തും നമ്മൾ ഒരുപാട് പൊടികൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടാവുമ്പോൾ നമുക്ക് അങ്ങ് ഒരു മസാലക്കുത്തിൻ്റെ ടേസ്റ്റ് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്നതിൽ ഇത്രയും മസാല മതി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കുറേ പൊടികളൊന്നും ചേർത്ത് മാരിനേറ്റ് ചെയ്യാഞ്ഞത്, സിമ്പിളായിട്ട് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായി മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ പുളിക്കായിട്ട് ഇതിനകത്ത് കുറച്ച് കുടംപുളി ചേർക്കുന്നുണ്ട് കേട്ടോ. കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. നിങ്ങൾക്ക് പിഴിപുളി ഉപയോഗിക്കാം, പിഴിപുളി അഥവാ കോൽപ്പുളി ഉപയോഗിക്കാം, അതായത് ടമറിൻ്റെ. അത്യാവശ്യം എരിവും അതിനൊത്ത പുളിയും ഉണ്ടെങ്കിൽ ഈ ഒരു മീൻ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടംപുളി ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത്, നല്ല വെള്ളത്തിനകത്ത് ഒരു 3 മീഡിയം സൈസിലുള്ള കുടംപുളി നന്നായിട്ട് ഇതുപോലത്തെ കഷ്ണം നന്നായിട്ട് കഴുകി ഇതിലിട്ട് സോക്ക് ചെയ്ത് വെക്കാം. കുടംപുളി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടൻ നല്ലൊരു മീൻ കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കാം നമുക്ക്. ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കണത് സവാള വഴറ്റാനായിട്ടേ. മൺചട്ടി വേണമെന്നൊന്നുമില്ല, കുറച്ച് കുഴിയും വിസ്താരമൊക്കെയുള്ള ഏതെങ്കിലും ഒരു വലിയ ചട്ടി എടുത്താലും മതി. പിന്നെ അറിയാമല്ലോ, നമ്മൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നിർബന്ധമില്ല മൺചട്ടി വേണമെന്ന്. കുറച്ച് വലിയ ചട്ടി എടുത്തോളൂ കേട്ടോ, എന്നാലാണ് നമുക്ക് ചോറൊക്കെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റാം നമുക്ക്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞ് ചേർക്കാം. വലിയ സവാള ആയതുകൊണ്ട് 2 എടുത്തു. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 എടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു 3-4 പച്ചമുളക് നിങ്ങളെ എരിവ് അനുസരിച്ചിട്ട് നെടുക്കി കീറിയിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. സത്യത്തിൽ ഞാനത് പച്ചമുളക് ചേർക്കാനായിട്ട് വിട്ടുപോയതാണേ. പച്ചമുളക് ഞാൻ പിന്നീട് ചേർക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തോളൂ. സവാളയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നമുക്ക് കുറച്ച് ചേർക്കാം ആദ്യം, എന്നിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ്. ഈ സവാള നന്നായി വഴണ്ട ഒരു ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റാം.
അപ്പോൾ സവാള വഴണ്ട് കിട്ടാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിനിടയിൽ തന്നെ നമുക്ക് എളുപ്പത്തിനായിട്ട് സൈഡിൽ നമുക്ക് മീനും കൂടി അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സവാള വഴറ്റലും മീൻ വറുക്കലും കൂടി ഒന്നിച്ച് അങ്ങ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രണ്ടും കൂടി ഒപ്പം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സവാളയൊക്കെ വഴണ്ട് കഴിഞ്ഞ് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ മീൻ വറുത്താലും മതി. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് അങ്ങ് കഴിയുമല്ലോ രണ്ടും. മീൻ ഓൾറെഡി നമ്മൾ 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിൽ ഒരു പരന്ന പാൻ വെച്ച് ചൂടാക്കാം. ഇടയ്ക്ക് നമുക്ക് സവാളയും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ മീൻ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ 10 മീനും ഒന്നിച്ച് ഒറ്റ ട്രിപ്പിൽ ഒറ്റ ബാച്ചിൽ തന്നെ അങ്ങ് വറുത്തെടുക്കാൻ പോവാം. ഇതൊരു പരന്ന അത്യാവശ്യം നല്ല വലിയൊരു ചട്ടിയല്ലേ. ഇപ്പം നിങ്ങൾ ചെറിയ ചട്ടിയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ 10 മീനിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 4-4.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മസാലയിലൊന്നും മുക്കിയിട്ട് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഭയങ്കര ഹൈ ഫ്ലെയിമിൽ മീൻ വറുത്തെടുക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് തന്നെ മീൻ പുറം ഭാഗം കരിഞ്ഞു പോവും, അകം ഒന്നും വേവുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന മസാലയും കൂടി ഞാൻ ഇതിൻ്റെ മേലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, മീനിൽ നല്ല മസാല ഇങ്ങനെ പെരണ്ട് പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഇനി ഒരു സൈഡിൽ ഫ്രൈ ആവുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മൾ സവാളയും വഴറ്റുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കുഞ്ഞായിട്ട് മുറിച്ച് നമുക്ക് ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി മീനിൽ പിടിക്കും. കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മീനിൻ്റെ ഒരു സൈഡ് ഭാഗം മുരിഞ്ഞ് വരും. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അന്നേരത്തേക്ക് നമ്മളെ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് ആ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് പിരിയമുളകിൻ്റെ പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർക്കാം, നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പച്ചമുളക് ചേർക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സവാളയുടെ കൂടെ അത് ചേർക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കാണ് കേട്ടോ. 3 എണ്ണമാണ് ചേർക്കണത് നെടുകേക്ക് കയറിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു റോ സ്മെൽ, അതായത് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് ചെറുതീയിൽ മിക്സ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ഞാൻ മാക്സിമം തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മൺചട്ടി യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അധികം മയമൊന്നും ഇല്ലാത്ത ചട്ടിയാണെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വഴട്ടാൻ ഭയങ്കര പാടായിരിക്കും മൺചട്ടിയിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾ മൺചട്ടിയിൽ ചെയ്യേണ്ട കേട്ടോ. സാധാരണ നിങ്ങൾ യൂസ് ചെയ്ത് വരണ ഒരു വലിയ ചട്ടിയിൽ ചെയ്താൽ മതി. നമുക്ക് സവാളയൊക്കെ വഴറ്റാനുള്ളതല്ലേ. അപ്പോൾ ഒരു മയമുള്ള ചട്ടി ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇപ്പോൾ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ തരികളും കറിവേപ്പിലയും കൂടിയിട്ട് എടുത്ത് മാറ്റിക്കോളാം കേട്ടോ. ഇപ്പോൾ കരിഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കണ്ട നിങ്ങൾ. അപ്പോൾ പാകത്തിന് മുരിഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രം പൊടികൾ കഴിക്കാൻ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വറുത്ത മീൻ ചൂട് പോവാതെ ഒരു കാസ്ട്രോളിലേക്ക് മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാലും മതി. ഇപ്പോഴത്തെ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായി കുക്കായി ആ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഡാർക്കായി വന്നിട്ടുണ്ട് പൊടികളുടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ എടുക്കണേ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ചേർക്കാം. ഈ തക്കാളി നമ്മൾ നല്ലോണം വഴറ്റി ഇതിനകത്ത് കുക്കായിട്ട് ചേരണം, അതുവരെ വഴറ്റണം. നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് വരും. ഇതിപ്പോൾ വഴണ്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുടംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ആ കുടംപുളിയും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് കിടന്ന് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നോളൂ. കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ എല്ലാം വെന്തുടഞ്ഞ് കുക്കായി വെളിച്ചെണ്ണയൊക്കെ സൈഡിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മസാലയുടെ സ്മെല്ല് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ മസാല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതിനകത്ത് പകുതി മീൻ നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഈ മസാലയിലിട്ട് നമ്മൾ മീൻ മിക്സ് ചെയ്യുമ്പോഴേ മീനൊക്കെ നല്ലോണം ഉടഞ്ഞു പോകും. സത്യത്തിൽ നല്ലോണം ഉടയണം മീൻ. ആ ഉടഞ്ഞാലാണ് നമുക്ക് ഈ മീനും മസാലയും കൂടിയൊക്കെ ഉടഞ്ഞ് ചേർന്നാലാണ് ആ ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാ മീനും കൂടി നമ്മൾ അങ്ങ് ഇപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പകുതി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ഉടയാണ്ടൊക്കെ നോക്കാം മിക്സ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉടയാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെയർഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഉടയാണ്ടൊക്കെ കിട്ടും, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടും. അതല്ല ഇപ്പം നിങ്ങൾക്ക് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ, ഉടഞ്ഞോളും. നല്ല ടേസ്റ്റും ആയിരിക്കും മസാലയിൽ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എല്ലാം കുക്കായിരിക്കുമല്ലേ.
ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ അങ്ങ് ചേർക്കണ്ട. ഒന്നാമത് എൻ്റെ ചട്ടി കുറച്ച് ചെറുതാണ്, അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ കുറച്ച് ചേർക്കുന്നതായിരിക്കും നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. ആ മീനും ആ മസാലയും കുടംപുളിയും എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടിയിട്ട് ചോറിലേക്ക് അങ്ങോട്ട് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. മീനൊന്നും വല്ലാണ്ടൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഓൾറെഡി മീനിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചോറിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ആദ്യമേ നിങ്ങൾ കുറേ ചേർക്കണ്ട, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റൊക്കെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മീനും കൂടി നമുക്ക് ഇതിൻ്റെ മേലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. നമ്മുടെ മത്തിച്ചോറ് അഥവാ മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഒരു പപ്പടവും ഒക്കെ നമുക്ക് കഴിക്കാം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട. കാരണം എരിവും പുളിയും എല്ലാം ഉണ്ട് ഇതിനകത്ത് തന്നെ, മീനും ഉണ്ട്. പിന്നെ മത്തി നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ യൂസ് ചെയ്താൽ മതി. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്നുള്ളൂ. ശരിക്കും ഇത് ചെയ്യാൻ അത്ര ഭയങ്കര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റായിട്ട് വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.